ഒരു നിമിഷത്തെ എടുത്തുചാട്ടം അല്ലെങ്കിൽ പെട്ടെന്നുള്ള പ്രകോപനം അതുമതി നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റാൻ. തിരുവനന്തപുരം ചിറയൻകീഴ് സ്വദേശി വിഷ്ണുവിൻ്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത് ചെറിയൊരു വാക്കുതർക്കമാണ്. വിദേശത്ത് നിന്ന് അവധിക്ക് നാട്ടിലെത്തിയ വിഷ്ണു വീടിന് സമീപത്ത് മീൻ വാങ്ങാൻ എത്തിയപ്പോഴായിരുന്നു സംഭവം. ഓട്ടോ ജയൻ എന്ന കൊടും ക്രിമിനലുമായാണ് ഏറ്റുമുട്ടിയതെന്ന് വിഷ്ണുവിന് ആദ്യം മനസ്സിലായില്ല. തർക്കത്തിനിടെ ജയന്റെ കയ്യിലിരുന്ന കത്തി കൊണ്ട് വിഷ്ണുവിന് കുത്തേറ്റു. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ആക്രമണത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വെള്ളിയാഴ്ച രാത്രി 7 മണിയോടെയായിരുന്നു സംഭവം. മീൻ വാങ്ങുന്നതിനിടെയുണ്ടായ തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. ചൂണ്ടയിട്ട് പിടിച്ച മീൻ വാങ്ങാനെത്തിയതായിരുന്നു വിഷ്ണുവും സുഹൃത്തും. ആ സമയം അവിടെയുണ്ടായിരുന്ന നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ ജയനുമായി വാക്ക് തർക്കമുണ്ടായി. തുടർന്ന് ജയൻ വിഷ്ണുവിനെ കുത്തുകയായിരുന്നു. കുത്തേറ്റ വിഷ്ണു 300 മീറ്ററോളം നടന്ന് വീട്ടിലെത്തി. വീട്ടുകാരും നാട്ടുകാരും ചേർന്നാണ് പോലീസിനെ വിവരമറിയിച്ചത്. വിഷ്ണുവിനെ ഉടൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കായലോരത്തെ ആളൊഴിഞ്ഞ ഭാഗത്ത് വെച്ചായിരുന്നു സംഭവം നടന്നത്. പെട്ടെന്നുണ്ടായ പ്രകോപനം മാത്രമല്ല കൊലപാതകത്തിന് പിന്നിലെന്ന സംശയം പോലീസിനുണ്ട്. ഓട്ടോ ജയന് വിഷ്ണുവുമായി മുൻവൈരാഗ്യമുണ്ടായിരുന്നോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. പ്രതിക്കായി പോലീസ് വ്യാപക അന്വേഷണം ആരംഭിച്ചു. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ചിറയൻകീഴ് സ്വദേശിയായ ജയൻ. വിദേശത്ത് നിന്ന് അവധിക്ക് നാട്ടിലെത്തിയതായിരുന്നു 26-കാരനായ വിഷ്ണു. അടുത്ത മാസം 6-ന് തിരികെ പോകാനിരിക്കെയാണ് മരണം. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ന്യൂസ് 18 ആറ്റിങ്ങൽ.